ഇതുപോലെ പേരയുടെ ചുറ്റിലുമുള്ള കളകളൊക്കെ പറിച്ചു മാറ്റിയ ശേഷം നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ മീൻ കഴുകിയ വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒപ്പം നല്ല രീതിയിൽ കായ്ഫലങ്ങൾ ചുവട്ടുന്ന തന്നെ കായ്ഫലങ്ങൾ നിറയെ ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലല്ലീസ് ടിപ്പൻ ബോൾ. ഈ പേരൊക്കെയൊക്കെ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കറിയാം ഒത്തിരി വെറൈറ്റി പേരക്കകൾ അവൈലബിൾ ആണല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കായ്കൾ പിടിച്ചു വരുന്ന ഒരു ടൈമാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് വീട്ടിൽ വച്ച് പിടിപ്പിക്കേണ്ട ഒരു ഫലവൃക്ഷം പേര് എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. കാരണം ഉണ്ടല്ലോ, നമ്മുടെ കാലാവസ്ഥയിൽ പിടിച്ചു കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. ആദ്യം ഞാനിതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നേ. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്, കണ്ണിന്, അതുപോലെ ഷുഗർ ലെവൽ കുറയ്ക്കാനും, നമ്മുടെ സ്കിൻ ഡാമേജ് കുറയ്ക്കാനും, അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യാനും, പിന്നെ ഡയറിയയ്ക്കും, നമ്മുടെ നല്ല രീതിയിൽ ഉറക്കം കിട്ടാനും, ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാനും, അതുപോലെ വെയിറ്റ് ലോസിന് എല്ലാത്തിനും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് നമ്മുടെ ഗോവ. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു വലിയൊരു പോട്ടിലാണ് കേട്ടോ. അപ്പോൾ നിലത്ത് വെക്കുന്നവരുണ്ടാവും, അതുപോലെ സ്ഥലമില്ലാത്തവരാണ് ഇതുപോലെ പോട്ടിലൊക്കെ വെക്കുന്നത് അല്ലേ. അത് ധാരാളം പിടിച്ച് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് പൊടിക്കൈയിൽ ചെയ്ത് കൊടുക്കണം. സാധാരണ ഇപ്പോൾ നല്ല രീതിയിൽ പേരയ്ക്ക ഉണ്ടായി വരുന്ന ടൈമാണ്. അപ്പോൾ ഇല്ലാത്തവർ, അതായത് ചില പ്രശ്നങ്ങൾ കാണും, അതായത് ഈ മുഞ്ഞ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളീച്ച പോലുള്ള പ്രോബ്ലംസൊക്കെ വന്നു കഴിഞ്ഞാൽ പേരയ്ക്ക ശരിക്കും കിട്ടത്തില്ല. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ചില പേരയ്ക്കകളിൽ നോക്കുവാണെങ്കിൽ ഇതുപോലെ അവിടെ ഓരോ കുത്തു വീതം കിടക്കുന്നതാണ് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തെന്നറിയോ, അതിൽ രാത്രിയാകുമ്പോൾ ഒരു ഈച്ച വരും കേട്ടോ. അപ്പോൾ ആ ഈച്ച വന്നിട്ട് ഇതിലെ നീരെല്ലാം ഊറ്റി കുടിക്കുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ അത് ആ സമയത്താണ് ഇങ്ങനെ ഉണ്ടായി വരുന്നത് സാധാരണയായിട്ട്. ഇത് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും, അതായത് അകത്തൊക്കെ അത്യാവശ്യം വ്യാപിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അതൊക്കെ തടയാനായിട്ട് നമുക്ക് ചെറിയ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നമ്മുടെ പേരയ്ക്കകളൊന്ന് കവർ ചെയ്ത് വിടുന്നത് ഇതിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയും, അതുപോലെ തന്നെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് പപ്പായൻ്റെ ഇല ഉണ്ടല്ലോ, അതൊന്ന് അരച്ച് അതിനൊന്ന് വെള്ളത്തിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് ഒന്ന് കുറച്ച് വെള്ളം കൂടി ഡൈല്യൂട്ട് ചെയ്ത് അതിൽ അല്പം ഒന്ന് വേപ്പെണ്ണോട് ഒഴിച്ചിട്ടൊന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം മാറിക്കിട്ടുകയും, അതുപോലെ തന്നെ ഇത് മുന്നേയൊക്കെ വന്ന് നമ്മുടെ ഇലയൊക്കെ നശിപ്പിക്കുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ തായ്വാൻ പിങ്ക് ഗവയാണ്. എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്, പിങ്കും ഉണ്ട് വൈറ്റും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കായകളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ മഴ സമയത്താണെങ്കിൽ ഇതിൽ നിന്ന് കായകളിലൊക്കെ പുഴുക്കളുണ്ടായി കാണാറുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ വേനലായത് കാരണം പുഴുക്കളില്ല, എന്നാൽ കായയുടെ വലിപ്പം ആദ്യത്തേത് പോലെ അത്ര വലിപ്പത്തിൽ വരുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ടും കൊടുക്കേണ്ട വളം എന്നത് ചാണകപ്പൊടി തന്നെയാണ്. ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി ഇത് കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായകൾ നിറയും. പിന്നെ എല്ലാ പ്ലാന്റ്സിനെ പോലെ തന്നെ ഇതിന് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടണം. അതായത് ഡയറക്റ്റായിട്ടൊരു 4-5 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടണം. പിന്നെ ഉണ്ടല്ലോ, കായകൾ തീരുന്ന സമയത്ത് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പ്രൂൺ ചെയ്യുമ്പോൾ ഈ പ്ലാന്റ്സ് ഒത്തിരി അങ്ങ് വളർന്നു പോകാതിരിക്കുകയും നല്ല രീതിയിൽ ബ്രാഞ്ചസൊക്കെ നിറഞ്ഞ് അത് നല്ല രീതിയിൽ കായകൾ കൊണ്ട് നിറയാനും ഹെൽപ്ഫുൾ ആവും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മുടെ വീട്ടുമുറ്റത്തും ഇതുപോലെ പോട്ടിലൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റിലും നല്ല രീതിയിൽ കായകൾ നിറയെ. ഇതിലുണ്ടല്ലോ ഇത്രയല്ല കേട്ടോ കായകളുണ്ടായിരുന്നത്, കുറേ അധികം ഉണ്ടല്ലോ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കൊഴിഞ്ഞു പോയത് വേറൊന്നുമല്ല, വെള്ളം ഒഴിക്കാത്തത് കാരണമായിരുന്നേ. ഇപ്പോൾ ടെറസിലാണ് വെച്ചേക്കുന്നത്, നല്ല ചൂടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഇത് കായകൾ കൊഴിഞ്ഞു പോകുന്നതിന് ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നാൽ വെള്ളം ഒത്തിരി അങ്ങ് കെട്ടിക്കിടക്കാനും പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഇലകളിലും അതിൻ്റെ കായ്ഫലത്തിലും ഒക്കെ നന്നായിട്ട് നനയുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇലകളിൽ ഫോഴ്സിൽ അടിക്കുന്നതുണ്ടല്ലോ മുഞ്ഞയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ ഹെൽപ്ഫുൾ ആവുകയെ. പിന്നെ നഴ്സറിയിൽ നിന്ന് തൈകൾ മേടിക്കുമ്പോഴുണ്ടല്ലോ എയർ ലെയറിങ് ചെയ്ത പ്ലാന്റ്സ് മേടിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഞാൻ അതുപോലത്തെയാണ് 2 എണ്ണം മേടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ഫലങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പോട്ടിലാകുമ്പോൾ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ കായ്കൾ നിറയെ.
അതുപോലെ തന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പോട്ടിലൊക്കെ വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു 6 മാസമൊക്കെ കൂടുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് ഇത് ഞാൻ പറഞ്ഞ പോലെ ചാണകപ്പൊടി, വെല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനോടൊപ്പം കുറച്ച് കരിയിലേക്ക് ഇട്ട് വീണ്ടും കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നത് പ്ലാന്റ്സിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുകയും അതുപോലെ ചെയ്തു കൊടുത്താൽ കുറച്ചുകൂടി ഇതുപോലെ അതിൻ്റെ ചുറ്റും കരിയിലുകളൊക്കെ വെച്ച് കൊടുക്കുന്നത് പ്ലാന്റ്സിന് എപ്പോഴും ഒരു നല്ലൊരു കൂളിംഗ് ആയിട്ട് നിൽക്കാനും ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നല്ല വേനലായത് കാരണം ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് ശ്രദ്ധിച്ചാൽ മതിയാവും. നല്ല രീതിയിൽ കായ് ഫലങ്ങൾ നിറയും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇലകളിലേക്ക് ഒരു കുത്തായിട്ടുള്ള ഒരു രോഗം വരുന്ന ഒരിതുണ്ടല്ലേ, അപ്പോൾ അത് കൂടുതലായി കഴിഞ്ഞാലും അത് നമ്മുടെ പേരെ വല്ലാതെ അങ്ങ് ബാധിക്കുകയും അപ്പോൾ അങ്ങനെ കൂടുതലാവുന്ന ടൈമിൽ നമുക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡൊന്ന് ട്രൈ ചെയ്യും. വേപ്പെണ്ണയും അതുപോലെ നമ്മുടെ പപ്പായൻ്റെ ഇലയും അത് ട്രൈ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഇൻസെക്ടിസൈഡ് ഒന്ന് പ്രയോഗിച്ച് കൊടുക്കുക. അത് ഈ പ്ലാന്റ്സ് അതായത് ഇതുപോലെ ഫ്രൂട്ട്സ് നിൽക്കുന്ന ടൈമിൽ അങ്ങനത്തതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് പ്രൂണിങ് തന്നെയാണ്. നമ്മുടെ കായ്ഫലങ്ങൾ കഴിഞ്ഞതും നല്ലൊരു പ്രൂണിങ് കൊടുക്കുക. അതോടൊപ്പം തന്നെ പ്രൂണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രൂൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഉണ്ടല്ലോ, അത് ഡെറ്റോൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് വേണം അത് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ചെയ്ത് കൊടുത്ത ശേഷം ആ കൊമ്പിലൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം മതിയാവും നമ്മുടെ വീട്ടിൽ നിറച്ച്, അതായത് കൊമ്പടിയും വിധം കായ്ക്കും കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കുറേയധികം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേയധികം പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ മഴ സമയത്ത് കിട്ടുന്നതിനേക്കാളും ഈ വട്ടം ഈ വേനലിൽ കിട്ടിയ പേരയ്ക്കൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഡാർക്ക് പിങ്ക് ആകുന്നില്ല, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിള്ളേർക്കായാലും നമുക്ക് നല്ല ധൈര്യത്തോടു കൂടി നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ. നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതൊക്കെ അത്രയധികം കീടനാശിനികളൊക്കെ തെളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വീട്ടിലൊക്കെ വളർത്തിയാലുണ്ടല്ലോ ഇതുപോലെ നിറയെ കായ്കൾ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ട് വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലേക്കും കൂടി പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ട് വീഡിയോ വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.